ജോസിയേട്ടായി മരിച്ചുപോയ പി തങ്കച്ചനുമായിട്ട് ജോസിയേട്ടന് വളരെ അഭേദ്യമായൊരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം വരാൻ കാരണം ഇന്നുള്ള എല്ലാ രാഷ്ട്രീയ പിള്ളേരും ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു സംഭവമാണ്. 1980 കാലഘട്ടത്തിൽ ഞാനെല്ലാം കേരള കോൺഗ്രസിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വർക്ക് ചെയ്യുന്നു. അന്ന് ഈ പി തങ്കച്ചൻ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുമെന്നുള്ളല്ലാതെ ഈ പി തങ്കച്ചൻ എനിക്ക് നേരിട്ട് പരിചയമോ ബന്ധങ്ങളോ ഇല്ല. അങ്ങനെ ഒരു ദിവസം ട്രാൻസ്പോർട്ട് ബസ് സമരത്തിന് ഞങ്ങളൊരു 5-6 പേര് കൂടി കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നു. സമരം നടക്കുന്നത് ട്രാൻസ്പോർട്ട് എറണാകുളം റീജിയണൽ ഓഫീസിൻ്റെ പടിക്കലാണ്. ഞങ്ങൾ വണ്ടി കയറി പറഞ്ഞ ചെറുപ്പത്തിൻ്റെ ചാബല്യവും ചെറുപ്പത്തിൻ്റെ ചങ്കുറപ്പും എന്തു വന്നാലും നേരിടാം എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഈ കണ്ടക്ടറോട് പറഞ്ഞു, ഞങ്ങൾ പുതിയ ടിക്കറ്റ് അംഗീകരിക്കുന്നില്ല, പഴയ ടിക്കറ്റാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. ആ 6 പേരിൽ 2 പേര് മരിച്ചു പോയത് കേരളവും പറയട്ടെ. അത് കഴിഞ്ഞ് ഈ മുടക്കരായി ചെന്നപ്പോൾ ഈ കണ്ടക്ടർ ഞങ്ങളുടെ മുഖത്തേക്ക് നിൽക്കും. ഞങ്ങളെല്ലാം പിള്ളേർ, അതായത് എല്ലാവർക്കും മീസ മുളച്ചിട്ടില്ല. ഇവർ വന്നിച്ച് കണ്ടക്ടർ വന്നിച്ച് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് മക്കളെ പുതിയ ടിക്കറ്റ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓരോ ഞങ്ങൾ പറഞ്ഞു പുതിയ ടിക്കറ്റ് എന്നാൽ അങ്ങനെയെങ്കിൽ ആവട്ടെ, ഞങ്ങൾ എറണാകുളത്ത് പോയി സമരം ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാണി കേരളയുടെ കോതമംഗലം നിയോജക മണ്ഡലം ട്രഷറർ ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പം അന്ന് മാണി കേരളയും ആന്റണി കേരളയും ഇടതുപക്ഷത്താണ്. ഈ കണ്ടക്ടർ ഈ കക്ഷി പറയുന്നു, പോലീസ് സ്റ്റേഷൻ നടന്നപ്പോൾ പിള്ളേർക്ക് പേടിയായില്ലോ എന്ന് പറയുന്നു. ഞങ്ങൾ വന്ന സത്യം പറയാം, ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് ഞങ്ങൾ എടുത്തില്ല. ഈ വണ്ടി കൊണ്ടുവന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പഠിക്കാൻ നിർത്തുന്നു. നിർത്തിയപ്പോൾ അവിടെ 3-4 പോലീസ് വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി സംഗതി മോശമായല്ലോ എന്ന്. ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് പി തങ്കച്ചൻ സിന്ദാബാദ്, TH മുസ്തഫ സിന്ദാബാദ് എന്ന് പറഞ്ഞ് വിളിയാണ് തുടങ്ങി ഞങ്ങൾ. അപ്പോഴേക്ക് ഈ കുറുപ്പമ്പടിയിൽ നിന്ന കുറേ കോൺഗ്രസ്സുകാർ പോലീസ് സ്റ്റേഷൻ്റെ പരിസ്ഥിതിക്ക് ഓടി വന്നു. ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാവുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, പെട്ടെന്ന് ഒരു കാർ അങ്ങ് വന്ന് നിന്നു. കാറിൻ്റെ സൈഡിൽ നിന്ന് ഈ തങ്കച്ചൻ ഇറങ്ങുവാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. സൂര്യ തേജസ് എന്താണെന്ന് വെച്ചാൽ അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ തങ്കച്ചൻ ആദ്യമായിട്ട് കാണുവാണ്. തങ്കച്ചേട്ടൻ ഞങ്ങൾ അപ്പോഴും വിളിക്കുകയാണ്, പി തങ്കച്ചൻ സിന്ദാബാദ്, കരുണാകരൻ സിന്ദാബാദ്, ഇന്ദിരാഗാന്ധി സിന്ദാബാദ്, TH മുസ്തഫ സിന്ദാബാദ്. ഇതാണ് ഞങ്ങൾ തൊണ്ട കയറി വിളിക്കുകയാണ്. ഈ സർക്കിൾ ഞങ്ങളിങ്ങോട്ട് വലിച്ചു ചാടിക്കുകയാണ് ബസ്സിൽ നിന്ന്. ഈ തങ്കച്ചേട്ടൻ വന്ന വഴി ചോദിക്കുന്ന ഒരു ചോദ്യം, അന്നാണ് ഞാൻ ആ മനുഷ്യൻ്റെ നന്മ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ യാതൊരു പരിചയമില്ല. മക്കളെ നിങ്ങളെ പോലീസ് തൊട്ടോ എന്നാണ് പുള്ളിയുടെ ചോദ്യം. തങ്കച്ചേൻ്റെ ചോദ്യം, മക്കളെ നിങ്ങളെ പോലീസ് തൊട്ടോ എന്ന്. ഇന്നത്തെ യുവ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ തങ്കച്ചേട്ടനും TH മുസ്തഫയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. അന്നാണ് ആദ്യമായി ഞങ്ങൾ ഈ തങ്കച്ചേട്ടനെ കാണുന്നത്. തങ്കച്ചേട്ടൻ ഉടനെ വന്ന് സ്ത്രീയോട് പറഞ്ഞു, പിള്ളേരുടെ പേരിലുള്ള FIR തയ്യാറാക്ക്. അപ്പോഴത്തേക്കും വേറൊരു കാർ വന്നു. അതിനകത്ത് പെരുമ്പാവൂരുള്ള CK ശശി, അത് മരിച്ചു കേട്ടോ, അതായത് INTUCയുടെ ആളാണ്. CK ശശിയുടെ വേറൊരു കാറിന് വന്നു. ഈ 2 കാറിൽ ഞങ്ങളെ കയറ്റി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകണം. മജിസ്ട്രേറ്റ് കോടതിക്ക് വന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കോടതി കാണുന്നത്. മജിസ്ട്രേറ്റ് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വക്കീലന്മാരെയും ജഡ്ജിയെയും ബെഞ്ചുകാർക്കിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പുതിയ അനുഭവം പോലെ. ഉടനെ ഈ ബെഞ്ചുകാർക്ക് ഞങ്ങളുടെ കുറ്റപത്രം വായിച്ചു. ഉടനെ കുറ്റപത്രം വായിച്ചു കഴിഞ്ഞ് മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ അപ്പോൾ തങ്കച്ചൻ മുമ്പ് പറഞ്ഞിരുന്നു, ചോദിച്ചാൽ നിങ്ങൾ അറിവില്ലായ്മ ചെയ്തതാണെന്ന് പറഞ്ഞേരെ. ഇതാണ് തങ്കച്ചൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചിരിച്ചു. ആദ്യമായി കോടതി കയറുന്ന ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ചിരിച്ചു. ഞങ്ങൾ 30 രൂപ പിഴയും അവിടെ മാറി വയ്ക്കാൻ പറഞ്ഞു കോടതി പിരിയുന്നവരെ. അപ്പോൾ തങ്കച്ചേട്ടൻ ഇങ്ങനെ കാണിക്കാൻ മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. ഈ പിള്ളേർ ചിരിച്ചല്ലോ എന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് പുള്ളി. അന്ന് തങ്കച്ചേട്ടൻ മുനിസിപ്പൽ ചെയർമാനാണ് എന്നെനിക്ക് തോന്നുന്നു. അയാൾ അന്ന് DCC പ്രസിഡൻറ്റുമാണ്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ തളർന്നു. എന്തോ ഈ കോടതി ഉച്ചയൂണിന് പിരിയുമ്പോൾ, അതായത് ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഈ കോടതി പിരിയുന്നത് വരെ നിങ്ങൾ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആ സമയത്ത് തിരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മാറ്റിയിരുന്നേക്കുന്നത്. ഈ ജഡ്ജി ഞങ്ങളുടെ നേരേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ നിപ്പ് കണ്ടപ്പോൾ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു.
അത് കഴിഞ്ഞ് തങ്ങൻ ചേട്ടൻ ഞങ്ങളൊരു ഇന്നും ഞാൻ ആ സംഭവം എടുക്കുന്നത് ആര്യഭവനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കോടതി കയറാത്തതുകൊണ്ടാണ്, മാത്രമല്ല ഈ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുമ്പോൾ ഇച്ചിരിയൊക്കെ നിങ്ങൾ പഠിക്കണം, ഇങ്ങനെ ഒരു പൊതു സ്ഥലത്ത് സമരം ചെയ്യാൻ പോകരുത്. അതായത് ബസ്, ആശുപത്രി, അത് സ്വന്തം അനിയനോട് പറയുന്ന രീതിയിൽ അന്ന് മുതൽ തങ്കഞ്ചേട്ടനുമായുള്ള സ്നേഹബന്ധം അത് തുടങ്ങുവാണ്. അത് കഴിഞ്ഞ് ഞാനന്ന് കോതമംഗലത്ത് അറിയപ്പെടുന്ന ഒരു അനൗൺസറാണ് ഇലക്ഷൻ കാലത്ത്. തങ്കഞ്ചേട്ടൻ്റെ ഇലക്ഷന് വേണ്ടി തങ്കഞ്ചേട്ടൻ തന്നെ പെരുമ്പാവൂർക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അന്ന് ആ ബന്ധം കുറേയും കൂടെ അങ്ങോട്ട് ദൃഢമാവുകയാണ്. ആ സമയത്ത് യാക്കോബ സഭയുടെ പിളർപ്പുണ്ടാവുകയും ദിവാനോസ് തിരുമേനി യാക്കോബ സഭയുടെ നേതാവായി വരികയും ചെയ്യുന്നു. അപ്പോൾ ദിവാനോസ് തിരുമേനിക്ക് ഈ ആലുവ തൃക്കുന്നത്ത് സെമിനാരി പിടിച്ചെടുക്കണം എന്ന് ഒരു വലിയ ഒരു മോഹം വരുവാണ്. ഈ സമയത്ത് KM മാണി ആഭ്യന്തരമന്ത്രിയും തിരുവല്ലയിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ മറന്നു പോയി കാണും, അതായത് കുട്ടനാട് MLA ആയിരുന്ന ജോൺ ജേക്കബ് എന്ന് പറയപ്പെടുന്ന ഒരു കക്ഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമാണ്. ജോൺ ജേക്കബ് എന്ന് ഓർത്തഡോക്സ് സഭക്കാരനാണ്. ഉടനെ ഇദ്ദേഹം KM മാണിയോട് പറഞ്ഞു, തൃക്കുന്നത്ത് സെമിനാരി അതായത് യാക്കോബ് വിഭാഗം പിടിച്ചെടുത്താൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഭരണത്തിൽ നിന്ന് മാറും, നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഞാൻ മാറിയിരിക്കും. ഉടനെ KM മാണി പോലീസിന് ഓർഡർ കൊടുക്കുകയാണ്, ഒരു കാരണവശാലും തൃക്കുന്നത്ത് സെമിനാരി യാക്കോബ സഭ കയറാൻ പാടില്ലെന്ന്. അങ്ങനെ ദിവാനോസ് തിരുമേനിയും അത് പറയാതിരിക്കുന്ന നിവൃത്തിയിലാട്ടോ. നമ്മുടെ തങ്കഞ്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്ന് അതുപോലെ ഒരു സുന്ദരനായ മനുഷ്യനില്ല. സ്വർണ്ണ നിറമാണ് തങ്കഞ്ചേട്ടന്. ഉടനെ ദിവാനോസ് തിരുമേനിയുടെ കീഴിൽ ഈ തങ്കഞ്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നയിക്കുകയാണ്. CRP അടിയിങ്ങ് വരുവാണ്. അടിയിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ സംഗതി ദിവാനോസ് തിരുമേനിനെ തല്ലും. CRPക്ക് ഇപ്പോൾ ദിവാനോസ് തിരുമേനി തങ്കത്തിനാരാണെന്ന് വല്ല നിശ്ചയമില്ലല്ലോ. അടിയിങ്ങ് വന്നപ്പോൾ തങ്കഞ്ചേട്ടൻ ദിവാനോസ് തിരുമേനിനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. ഈ അടി മുഴുവൻ തങ്കഞ്ചേട്ടന് കൊള്ളുവാണ്. അന്ന് ഞങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യമാണ്, തങ്കം പോലൊരു തങ്കത്തിനെ തല്ലിത്തലച്ചൊരു പോലീസേ നിങ്ങൾക്കിനിയും മാപ്പില്ല. അങ്ങനെ വിളിച്ചൊരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഇന്നും എൻ്റെ മനസ്സിലിരിക്കുകയാണ്. തങ്കം പോലൊരു തങ്കത്തിനെ തല്ലിത്തലച്ചൊരു പോലീസേ നിങ്ങൾക്കിനിയും മാപ്പില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതോടുകൂടി തങ്കഞ്ചേട്ടൻ കോൺഗ്രസിൻ്റെ ഒരു സമുന്നത അന്ന് DCC പ്രസിഡൻ്റാണ്. കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവായി വരികയും പിന്നെ യാക്കോബ സഭയുടെ ഒരു പരമ ബഹുമതിയായ കമാൻഡർ പദവി ആ തുണ ഇവരുടെ വലിയ ബിഷപ്പ് വന്നപ്പോൾ പത്രികാശൻ ബിഷപ്പ് വന്നപ്പോൾ ഒരു പദവി ഇയാൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇദ്ദേഹം പെരുമ്പാവൂർ അസംബ്ലി സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയാകുന്നു. രണ്ടാം ടൈംസാണോ? രണ്ടാം ടൈം കൃഷി വകുപ്പ് മന്ത്രിയായപ്പോൾ ഞാൻ പല കാര്യത്തിനും തങ്കഞ്ചേട്ടൻ മാത്രമല്ല തങ്കഞ്ചേട്ടൻ ഞാനുമായിട്ട് ഇലക്ഷന് തിരഞ്ഞെടുപ്പിന് പുള്ളിയുടെ അനൗൺസറായി പോയി കഴിഞ്ഞപ്പം അടുപ്പം വളരെ ഒരു സുദുഷ്കമായ ഒരു ബന്ധം പോലെ വരികയും നമ്മൾ തങ്കഞ്ചേട്ടൻ്റെ അടുത്ത് എന്ത് കാര്യത്തിന് ചെന്നാലും തങ്കഞ്ചേട്ടൻ നമുക്കത് നിർത്തി തരണം. ഇപ്പം നമുക്കെന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല പിള്ളേരുടെ അഡ്മിഷനോ അതായത് വേറെ വല്ല കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ തങ്കഞ്ചേട്ടൻ്റെ തരുന്നത്. അങ്ങനെ തങ്കഞ്ചേട്ടനുമായിട്ട് വളരെയധികം അടുപ്പവും സ്നേഹവുമായി വരികയും തങ്കഞ്ചേട്ടൻ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൻ്റെ പേര് ഒന്ന് പ്രതികരിക്കുന്നു. പുള്ളിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്നതിന് പുള്ളി എന്നെ വിളിക്കുന്ന, മോനെ എന്താ വിഷയം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. തങ്കഞ്ചേട്ടൻ പറഞ്ഞ ചേച്ചിയോട് ചായ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കുന്നു. അന്ന് തങ്കഞ്ചേട്ടൻ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് പണ്ടത്തെ പോലെ ചൂടുണ്ടോ, ബഹളത്തിനൊക്കെ പോകാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു തങ്കഞ്ചേട്ടൻ പ്രായമായില്ലേ. അന്ന് തന്നെ തങ്കഞ്ചേട്ടൻ ഉപദേശിച്ചത് രാഷ്ട്രീയക്കാരെ ഒരു കാരണവശാലും സമരം ചെയ്യുന്നത് നല്ലതാണ്. സമരം ചെയ്യുമ്പോൾ പൊതുമുതൽ നശിപ്പിച്ച് മുന്നോട്ട് പോകരുത്. നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ നിങ്ങൾ ഒരു കക്ഷി മാത്രമാണെന്ന് ഓർക്കണം. മറ്റേ ട്രാൻസ്പോർട്ടിൽ നിങ്ങളന്ന് ബഹളമുണ്ടാക്കി ആ ഒരു വിഷയമായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു വാദി ഗവൺമെൻറ് ആയിരിക്കും, നിങ്ങൾ പ്രതികളായിരിക്കും. അതുകൊണ്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സമരം നല്ലതാണ്, ചെറുപ്പക്കാർ സമരം ചെയ്യണം. അങ്ങനെ തങ്കഞ്ചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ 100 നന്മകൾ, 100 അതായത് ഒരു നന്മ മരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഒരു വടവൃഷ്ടമായ, അതായത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ. രാഷ്ട്രീയക്കാരെ എന്തായിരിക്കണം, അനുയായികളെ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് അറിയാവുന്ന ഒരു നേതാവായിരുന്നു ഈ PP തങ്കഞ്ചേട്ടൻ.
ആ തങ്കം ചേട്ടൻ മരിക്കുന്നവരെയല്ല, ഞാൻ തങ്കം ചേട്ടനെ അവസാനമായി കാണുന്നത് ഈ കോവിഡ് സമയത്ത്. ആ മനുഷ്യൻ്റെ സ്നേഹം. കോവിഡ് സമയത്ത് ഞാൻ പെരുമ്പാവൂർ സാഞ്ചോ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ മുകളിലേക്ക് കയറുമ്പോൾ ഈ തങ്കം ചേട്ടൻ വന്ന് ലിഫ്റ്റേക്ക് കയറുന്നു. ലിഫ്റ്റേക്ക് കയറി ഈ തങ്കം ചേട്ടൻ എന്നെ കണ്ട് ചിരിക്കുന്നു, ഞാനും ചിരിക്കുന്നു. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചേ, ഈ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര അടുപ്പമായിരുന്നല്ലോ, ഇപ്പം ചേട്ടൻ മറന്നുപോയി കാണും എന്ന് ചിന്തിച്ചു. പുള്ളി 3-ാം നിലയിൽ ഇറങ്ങുന്നു, ഞാനും 3-ാം നിലയിൽ ഇറങ്ങുന്നു. അതാണ് ആ മനുഷ്യൻ്റെ നന്മ. പറഞ്ഞാൽ ഈ പുള്ളി എന്നെ ഇവിടെ വന്നേ, നീ ഞാനുമായി വേറെ എന്തോ ചില ബന്ധം കണ്ടല്ലോ, ഞാൻ കയറിയപ്പോൾ മുതൽ നിന്നെ നോട്ട് ചെയ്ത ആളാണ്, എന്താണ് ആ ബന്ധം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തങ്കച്ചേട്ടൻ ഓർക്കുന്നുണ്ട്, ഒരു 10-40 കൊല്ലം മുമ്പ് ഒരു ട്രാൻസ്പോർട്ട് ബസ് സമരത്തിൽ നമ്മൾ പങ്കെടുക്കുകയും ചേട്ടൻ വന്ന് ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ ആ പയ്യനാണോ, നിന്റെ പേര് ഞാൻ മറന്നുപോയില്ലടാ എന്നും പറഞ്ഞ് അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും കോൺഗ്രസിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ് ഈ തങ്കം ചേട്ടൻ. ഇന്നത്തെ രാഷ്ട്രീയക്കാർ ആരെങ്കിലും അങ്ങനെ ഒരു അനുയായികളെ സംരക്ഷിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രത്യേകിച്ച് സമയത്ത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തുകൊണ്ട് പറയാനുള്ളത്, തങ്കം ചേട്ടനെ പോലെയോ TH മുസ്തഫനെ പോലെയോ നമ്മളെ സ്നേഹിക്കാനോ കെട്ടിപ്പിടിക്കാനോ കോൺഗ്രസിൽ ഇന്നൊരൊറ്റ നേതാവില്ല.